നമസ്കാരം, ഞാൻ ശ്രാവൺനാഥ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്തായി ഇന്ത്യൻ നിരത്തുകൾ സജീവമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് കിയ മോട്ടോഴ്സ്. കിയ മോട്ടോഴ്സ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്ന 4ാമത്തെ മോഡലായിരുന്നു കിയ കാരൻസ് എന്ന വാഹനം. കിയ കാരൻസിൻ്റെ ടാക്സി വേരിയൻ്റായി പുറത്തിറക്കുന്ന വാഹനമാണ് ഇന്ന് നമ്മുടെ കൈവശമുള്ളത്. ഈ വാഹനത്തിൻ്റെ മുൻവശത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രില്ല് വരുന്ന ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശരിക്കും നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ്. എന്നാൽ ഇതൊരു ഇലക്ട്രിക് വാഹനമല്ല. 1.5 ലിറ്റർ വരുന്ന ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഹെഡ്ലൈറ്റിന് തൊട്ട് മുകളിലായി വരുന്ന ഈ ഒരു സിൽവർ ലൈൻ ഈ ഒരു വാഹനത്തിൻ്റെ മുഖഭംഗി വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതൊരു 7 സീറ്റ് വാഹനമായതിനാൽ സൈഡ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീളം ഈ വാഹനത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത് 4540 mm ആണ്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1800 mm ആണ്. 1708 mm ആണ് ഇതിന് ഹൈറ്റ് വരുന്നത്. നീളം കൂടിയ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത് 2780 mm ആണ്. ഈ വാഹനത്തിന് 16 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഇത് അലോയ് വീലല്ല ഇത്, പക്ഷേ ഇതിൻ്റെ വീൽ കപ്പ് വളരെ ഭംഗിയുള്ളതാണ്. വീലിൻ്റെ സെൻട്രലായി തന്നെ കിയയുടെ ഒരു ബാഡ്ജിങ്ങും കാണാം. ഈ വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഡിസൈനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലാമ്പിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു ബെൻഡ് ഫ്രണ്ട് ഡോറിൻ്റെ പകുതിയിൽ അവസാനിക്കുകയും അതുപോലെ ബാക്ക് ഡോറിൻ്റെ പകുതിയിൽ നിന്നും ആരംഭിച്ച് ടെയിൽ ലാമ്പിനോട് ചേർന്ന് ഇത് അവസാനിക്കുകയും ചെയ്യും. ഈ വാഹനത്തിൻ്റെ പിൻവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് കാരൻസ് എന്ന ബാഡ്ജിങ്ങും ഇവിടെ കിയയുടെ വലിയൊരു ബാഡ്ജിങ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ലൈനോട് ചേർന്ന് വരുന്ന ഈ ഒരു ഡിസൈനും വളരെ ഭംഗിയായിട്ട് തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് സെൻസേഴ്സ് വരുന്നത് ഈ ഒരു കാഡിങ്ങിൽ തന്നെയായിട്ടാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് ഡോറിൽ വരുന്നത് 4 ഡോർ പവർ വിൻഡോ സ്വിച്ച്, ലോക്ക് അൺലോക്ക് സ്വിച്ചും ഒക്കെ ഇതിന് മുകളിൽ തന്നെ വരുന്നു. പിന്നെ ഇതിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക്കൽ അല്ല, നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ഡോറിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 3 കപ്പ് ഹോൾഡേഴ്സും ഒരു അംബർല ഹോൾഡറും കമ്പനി ഇതിന് നൽകിയിട്ടുണ്ട്. ഡോറിനോട് ചേർന്ന് തന്നെ AC വെൻ്റ് ഇവിടെ വരുന്നു. അത് വളരെ ഭംഗിയുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. AC വെൻ്റിന് താഴെയായി തന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഓട്ടോമാറ്റിക് എൻജിൻ ഓഫ് കൂടാതെ ട്രാക്ഷൻ കൺട്രോളും കമ്പനി ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. അതിന് താഴെ തന്നെയായിട്ടാണ് ഇതിൻ്റെ ഫ്യൂസ് ഹോൾഡേഴ്സും വരുന്നത്. അതിനോട് തൊട്ട് താഴെ തന്നെ നമ്മുടെ ബോണറ്റ് തുറക്കാനുള്ള ലിവർ ഇവിടെ കാണാം. ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ പല പ്രീമിയം വാഹനങ്ങളെയും അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഡാഷ്ബോർഡും വളരെ ഭംഗിയേറിയ രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡാഷ്ബോർഡിന് താഴെയായി തന്നെ വരുന്ന AC വെന്റുകൾ വളരെ പ്രീമിയം ലുക്ക് ഈ ഒരു വാഹനത്തിന് നൽകുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ AC കൺട്രോൾ സ്വിച്ചുകളും ഡാഷ്ബോർഡിനോട് ചേർന്ന് അരോചകമില്ലാത്ത രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിയ മോട്ടോഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ മ്യൂസിക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെയായിട്ട് 2 ലൈറ്റുകൾ നമുക്ക് കാണാം. പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് ലൈറ്റൊക്കെ ഇതിനുള്ളിലാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഹോൾഡറും കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വിശാലമായ രീതിയിലുള്ള ഒരു ഗ്ലോ ബോക്സും വാഹനത്തിനുണ്ട്. മറ്റു വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഡിസൈനിലാണ് ഇതിൻ്റെ ഡോറുകളുള്ള ആംറസ്റ്റ് കിയ നൽകിയിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ പിൻനിരയിലെ സീറ്റുകൾ 60-40 റേഷ്യോയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആളുകൾക്ക് നല്ല യാത്രാസുഖം നൽകുന്ന രീതിയിലാണ് ഈ ഒരു നിരയിലെ സീറ്റുകൾ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ലെഗ് റൂമും അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും ഈ ഒരു നിരയിലെ സീറ്റുകൾക്കുണ്ട്. പിൻനിരയിലെ AC വെന്റുകൾ നമുക്ക് തലയുടെ മുകളിലായി ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ പിൻനിരയിൽ ഇവിടെയായിട്ട് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പിൻനിരയിലേക്ക് പോകാനുള്ള വഴി ഇതുവഴിയാണ്. ഈ സീറ്റ് ഒരൊറ്റ ടച്ച് തന്നെ സീറ്റും മാട്ടങ്ങി തിരിഞ്ഞങ്ങ് അപ്പുറം എത്തിയിട്ടുണ്ട്. ഇതുവഴി നമുക്ക് ഏറ്റവും പിന്നിലെ സീറ്റിലേക്ക് കടക്കാം. അത്യാവശ്യം ഹൈറ്റുള്ളവർക്ക് ഇതിൻ്റെ പിൻനിരയിലെ സീറ്റുകൾ അത്ര യാത്രാസുഖം നൽകുമെന്ന് പറയാൻ കഴിയില്ല. ഇതിൻ്റെ ഏറ്റവും പിൻനിരയിലെ സീറ്റുകളിലേക്കും AC വെന്റുകളും സീപോർട്ട് ചാർജർ പോയിന്റുകളും നൽകിയിട്ടുണ്ട്. 216 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് കിയ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് ഈ ഏറ്റവും പിൻനിരയിലെ സീറ്റുകൾ മടക്കി ബൂട്ട് സ്പേസ് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഈ വാഹനത്തിൻ്റെ ഡ്രൈവിങ്ങും വളരെ നല്ല അടിപൊളിയാണെന്ന് വേണം പറയാൻ. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതൊരു ഡീസൽ എഞ്ചിൻ ആണെങ്കിലും കൂടി നമ്മുടെ ക്യാബിനകത്തേക്ക് തീരെ നോയ്സ് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിക്കില്ല. ഒരു പെട്രോൾ വാഹനം ഓടിച്ചു നടക്കുന്ന ലാഭത്തിൽ നമുക്ക് ഈ വാഹനം ഓടിക്കാവുന്നതാണ്. ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് കോഴിക്കോട് 14,79,000 രൂപയാണ്. ടാക്സി ആയിട്ട് യൂസ് ചെയ്യാൻ ഈ ഒരു വിലയിൽ നിലവിലെ നല്ലൊരു വാഹനം തന്നെയാണ്.
ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.